2025 111 പ്രവചനങ്ങളുമായി അദ്ദേഹം എത്തി. 98% അത് ശരിയായി. 2026 ഒട്ടനവധി പ്രവചനങ്ങളുമായി അദ്ദേഹം എത്തുകയാണ്. കലിയുഗ ജ്യോതിഷൻ ഡോക്ടർ സന്തോഷ് നാരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം സർ. നമസ്കാരം. 2025 111 പ്രവചനങ്ങൾ, 98% ശരി. അതിൽ താങ്കൾക്ക് തന്നെ അത്രയും അധികം ഉറപ്പുണ്ടായിരുന്ന പ്രവചനങ്ങൾ എത്രയായിരുന്നു? അതിനകത്ത് തന്നെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവും 3ാം പ്രാവശ്യവും. അത് തന്നെയാണ് ആദ്യത്തെ പ്രവചനം. ആ പ്രവചനം കറക്റ്റായിട്ട് നടന്നു. പിന്നെ നമ്മുടെ അച്യുതാനന്ദൻ, ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മരണം, അങ്ങനെ പോകുന്ന ഒരുപാട് പ്രവചനങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഒരു എത്തിക്സ് പ്രകാരം നമുക്ക് ഈ മരണവും കാര്യങ്ങളൊന്നും പേര് പറയാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്, കുറവാണ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനിച്ച സമയം, ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സ്ഥലം ഇത്ര കിട്ടിയാൽ നമുക്ക് ഷാർപ്പായിട്ട് പറയാം. ഇവിടെ വരുന്ന അവരെക്കുറിച്ചൊന്നും പറയില്ല. ഞാനെല്ലാം പറയും, അത് കഴിഞ്ഞിട്ട് അവരെടുത്ത് ചോദിക്കും. അതാണ് കലിയുഗ ജ്യോതിഷത്തിൻ്റെ പ്രത്യേകത. അപ്പം അതുപോലെ ഓരോ പ്രവചനങ്ങൾ എഴുതുമ്പോൾ നമുക്കിപ്പോൾ മനസ്സിൽ ആ വ്യക്തിയെ കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഈ 2026 ഒരു പ്രവചനം എഴുതി, മുതിർന്ന ഒരു സിനിമാ നടൻ്റെ മരണം. ശരിക്കും അത് ശ്രീനിവാസനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അത് എഴുതിയത്. പക്ഷേ ശ്രീനിവാസൻ മരിക്കും എന്ന് പറയാൻ പറ്റില്ല. അത് എത്തിക്സാണ്. ഒരാളുടെ മരണം നമുക്കങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ പണ്ടൊരു പ്രവചനം നടത്തിയപ്പോൾ വ്യവസായ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മരണം, അന്ന് വീരേന്ദ്രകുമാർ അത് മരിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഓരോരുത്തരുടെയും കിട്ടിയ ഡേറ്റ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ ലോകത്ത് ലക്ഷക്കണക്കിന് പ്രവചനങ്ങൾ നടക്കും. പക്ഷേ ഞാൻ 126 പ്രവചനം ആൾ ഓവർ ദ വേൾഡിൽ നടക്കാൻ പോകുന്ന കാതലാറ്റി എനിക്ക് ഉൾക്കൊള്ളാൻ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ പ്രവചിക്കുന്നത്. ഈ വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള പ്രവചനങ്ങൾ നടത്തുമ്പോഴേക്കും പറഞ്ഞല്ലോ, ഇപ്പം ഇവരുടെ പേര് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും, പക്ഷെ അത് എത്തിക്സ് കാരണം പറയാൻ പറ്റില്ല എന്നുള്ളത്. നമ്മൾ ഈ പ്രവചനങ്ങൾ നടത്തുന്നതിന്റെ ഡേറ്റയും കൂടെ ഇപ്പോൾ സംസാരിച്ചു. എങ്ങനെയാണ് ഈ ഡേറ്റ കളക്ഷൻ? എങ്ങനെയാണ് ഡേറ്റ കളക്ഷൻസ് എന്ന് പറയുന്നത്? നമുക്കൊരു ഉൾവിളിയുടെ ഭാഗമായിട്ടാണ്. ഇപ്പം ദൈവജ്ഞൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഉൾവിളി ഉണ്ടാവും. അത് ഒരു ഓറയുടെ ഭാഗമാണ്. ഇപ്പം ഒരു ദീക്ഷ ഉണ്ടെങ്കിൽ, ഒരു ഉപാസനാമൂർത്തി ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞാൻ പോവുകയാണ്, ആ കടയിൽ ആ സാധനം ഇല്ലെങ്കിൽ എൻ്റെ കൈ തട്ടും, അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകരുത്, കാല് തട്ടും. ഇത് ഓറയുടെ ഒരു ഭാഗമാണ്. ഓറയുള്ള ആൾക്കാർ, ഇപ്പോൾ മറ്റുള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലായില്ല. ഇപ്പോൾ പഞ്ചസാര അത് മധുരമാണെന്നറിയാം. മധുരം എന്താണെന്ന് ഒരാൾ ചോദിച്ചാൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുക്കാൻ പറ്റില്ല. അത് നിങ്ങൾ രുചിച്ച് നോക്കാൻ പറയാം. അത് അവനവനെ അറിയേണ്ട കാര്യമാണ്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ വരും. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യും. ഇവരുടെ ഇത് വെച്ചിട്ട്, ഇവരുടെ മുഖത്തിൻ്റെ ആംഗുല ലക്ഷണശാസ്ത്രവും ഹസ്തരേഖയൊക്കെ വെച്ചിട്ട് നമ്മളത് നോക്കും. ഇവരുടെ ആയുസ് ഇതുവരെ പോകും. ഇപ്പം ശരിക്കും ഞാൻ കഴിഞ്ഞവണ പറഞ്ഞു, റോമിലെ ഉന്നത പുരോഹിതൻ്റെ മരണം, മാർപ്പാപ്പ. പക്ഷെ അദ്ദേഹം എൻ്റെ കണക്ക് പ്രകാരം 2 മാസം മുമ്പേ മരിച്ചതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ശ്രീനിവാസൻ്റെ ശരിക്കും പറഞ്ഞാൽ ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ മരണം. അത് ഈ 2026 പ്രവചനത്തിൽ 103ാമത്തെ പ്രവചനമായിട്ട് നടത്തിയതാണ്. മനസ്സിലായില്ല. പക്ഷെ അദ്ദേഹം മരിക്കുകയാണ്. ശരിക്കും പോലെ അദ്ദേഹത്തിന് സമയത്തിന് ആശുപത്രി കൊണ്ടുപോകാതെ, ഇത് ജ്യോതിഷത്തിനകത്ത് ഇങ്ങനെ ഒരു കാൽക്കുലേഷനാണ്. അത് നമ്മൾ റിസർച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കേണ്ടത് 10 മണിക്കാണ്. ചിലപ്പോൾ ആ കുട്ടി എന്തെങ്കിലും കാരണം, നമ്മളുടെ ഒരു കാരണം കൊണ്ട്, അമ്മയുടെ ആരോഗ്യസ്ഥിതിയുടെ ഇതായിട്ടോ പ്രിമച്വർ ബേബി ആയിട്ടൊക്കെ ജനിക്കാം. പക്ഷെ ആ കുട്ടി ജനിക്കേണ്ടത് ഈ സമയമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഗ്രഹനില നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം കലിയുഗ ജ്യോതിഷം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത്, റിസർച്ച് ചെയ്ത്, ആ ഇക്വേഷൻ മനസ്സിലാക്കിക്കൊണ്ട്, വരാഹമികൻ്റെ ആ ഇക്വേഷൻ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്യണത്. അല്ലാതെ കാണാതെ പഠിച്ചല്ല ചെയ്യണം. ഇപ്പം നിങ്ങളൊരു ജ്യോതിഷൻ്റെ അടുത്ത് വന്നിട്ട് ശുക്രൻ 20 വർഷം എന്ത് കൊടുത്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിഞ്ഞൂടാ. കണ്ടശനി എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ. അപ്പോൾ അത് അവർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. കലിയുഗ ജ്യോതിഷത്തിൽ അത് അപ്ഗ്രേഡ് ചെയ്യാം. അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ പ്രവചനത്തിന് വേണ്ടി, അപ്പോൾ നിങ്ങൾക്കൊരു പ്രയാസം വരാൻ പോവുകയാണ്, നിങ്ങൾക്ക് കുറേ ധനം നഷ്ടപ്പെടാൻ പോവുകയാണ്, അപ്പം നമ്മളത് അവർക്ക് പറഞ്ഞ് ഒരുപാട് പേര് അതിൽ നിന്ന് കരകയറ്റിയിട്ടുണ്ട്. അതേപോലെ ചില ജാതകങ്ങൾ, ഈ ജാതകങ്ങൾ തമ്മിൽ ചേർക്കാൻ പറ്റൂല, മനസ്സിലായില്ലേ? അപ്പം നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇത് ചേർക്കാൻ പറ്റൂല. ഇത് ജ്യോതിഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അന്ധവിശ്വാസത്തിൻ്റെ ഒരു ഭാഗമല്ല, അത് യൂണിവേഴ്സിറ്റി ഉള്ളൊരു സംരംഭമാണ്. മനസ്സിലായില്ലേ? സുപ്രീം കോടതി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ജ്യോതിഷ പ്രവചനങ്ങൾ നടത്താൻ വേണ്ടി. എന്ന് വെച്ചാൽ കുറേ നിരീശ്വരവാദികളും മറ്റുള്ളവരും ഒക്കെ കോടതി പോയ സമയത്ത് പോലും സുപ്രീം കോടതി പറഞ്ഞു, ഇത് യൂണിവേഴ്സിറ്റി ഉള്ളൊരു സംരംഭമാണ്, ഇവരുടെ സിലബസാണ്, ആയുർവേദത്തിൻ്റെ ഒരു സിലബസാണ് ജ്യോതിഷം. ജനങ്ങൾക്ക് അറിവില്ല, അവരിതൊരു അന്ധവിശ്വാസം എന്നൊക്കെയാണ് കാണുന്നത്. പക്ഷേ അത് തെളിവോടെ സുപ്രീം കോടതി കൊടുത്തിട്ട് അവിടെ നിന്നൊരു ഓർഡർ ഉണ്ട് 2017 ജ്യോതിഷം നിരോധിക്കാൻ പറ്റൂല. കാര്യം അത് യൂണിവേഴ്സിറ്റി ഉള്ളെങ്കിൽ പിന്നെ ബാക്കി എല്ലാ കോഴ്സുകളും നിരോധിക്കേണ്ടി വരും. ഇവൻ MBBSഉം LLB എല്ലാം നിരോധിക്കേണ്ടത്, അതെല്ലാം യൂണിവേഴ്സിറ്റി ഉള്ള സംരംഭങ്ങളാണ്. അപ്പോൾ ജ്യോതിഷം അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ജ്യോതിഷം അന്ധവിശ്വാസം, ഇത് എസ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ കണക്കാണ്. കണക്കറിയാമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. A+B² = A² + 2AB + B². അതുപോലെ ജ്യോതിഷത്തിനകത്തൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് ഒന്നിനോടൊന്ന് ലിങ്ക് ചെയ്താണ് ഇത് ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവർ പുസ്തകത്തിൽ കാണാതെയാണ് പഠിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം സൂര്യൻ 6 വർഷം കൊടുത്തു, എന്ത് അറിഞ്ഞൂടാ?
അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ, അതായത് ജ്യോതിഷം രചിച്ച കാലത്ത് 120 മനുഷ്യായുസ്. അന്ന് ആ 9 ദശാകാലം കൂട്ടുമ്പോൾ 120. പക്ഷെ ഇന്ന് ആ ദശാകാലം 120 വെച്ച് പറയുമ്പോൾ തെറ്റും. കാരണം ഇന്ന് 120 വരെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ജ്യോതിഷം തെറ്റായിട്ട് വരും. അപ്പൊ കലിയുഗ ജ്യോതിഷം അത് അപ്ഗ്രേഡ് ചെയ്തു. ഈ ജ്യോതിഷം രചിച്ച കാലത്ത് ഇല്ല, ജ്യോതിഷം പഠിക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചുകൊണ്ടേ നിങ്ങൾ ജ്യോതിഷ പ്രവചനം നടത്താവൂ, അല്ലേ ചെയ്യരുത്. അപ്പൊ ഈ പ്രവചനങ്ങൾ നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ 2026 126 പ്രവചനം അതാണല്ലോ ഇപ്പൊ പോകുന്നത്. അതിൽ ഇപ്പൊ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടുന്നവരാണ്. നിങ്ങൾ കുറച്ചുകൂടെ ഡേറ്റ അനുസരിച്ചായിരിക്കുമല്ലോ സാറിനെ പോലുള്ളവർ ചെയ്യുന്നത്. ഒരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു 5 പ്രവചനം എന്തായിരിക്കും? അത് 126 പ്രവചനങ്ങൾ കേട്ടില്ലായിരുന്നു? അല്ല, കണ്ടില്ല. 126 പ്രവചനങ്ങൾ അതിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് ഇത് നമ്മൾ ഈ കാലത്ത് കൂടുതൽ ഈ 26 നമ്മൾ ഭയക്കേണ്ട ഭൂകമ്പങ്ങളാണ്. ഓരോ വർഷം പറയുമ്പോഴും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയും. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ തീപിടുത്തങ്ങൾ, അപകടങ്ങൾ, അതായത് വലിയ വലിയ അപകടങ്ങൾ, അരുംകൊലകൾ, ഇങ്ങനെയുള്ളത്. ചന്ദ്രൻ്റെ സ്ഥിതി വളരെ മോശമായിരുന്നു. ചന്ദ്രൻ്റെ സ്ഥിതി മോശമാണ്. അത് പ്രകാരം പ്രകൃതിക്ഷോഭങ്ങൾ നല്ല രീതിയിൽ സംഭവിക്കും. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഷാർപ്പായിട്ട് തന്നെ. വന്യമൃഗങ്ങളുടെ ആക്രമണം കൂടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ പ്രാവശ്യം 16-20 പേരെ വന്യജീവികൾ കൊന്നു. മനസ്സിലായില്ലേ? ഒരു കാലത്ത് ഇല്ലാത്ത രീതിയിലാണ്. അപ്പം അതുപോലെ ഇതുപോലെ ഇപ്പോൾ ഒരു ഭൂകമ്പം ഏഷ്യയിലാണ് നടന്നു കഴിഞ്ഞാൽ അടുത്ത ഞാൻ പറയും ഇത് അറേബ്യൻ രാജ്യത്താണ് നടക്കാൻ പോകണം അടുത്തത്. അത് നമ്മൾ ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഇത് തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആഡ് ഓൺ ആയിട്ട് നമ്മൾ കുജനും ശനിയും ഇതുമായിട്ട് വരും, ബുധനും വയ്ക്കും, വ്യാഴം. ഇത് ഇത്ര വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു ഇക്വേഷൻ നമ്മളത് ചെയ്തു. അമേരിക്കയിലുള്ള എൻ്റെ ഒരു കസ്റ്റമർ അത് നാസയ്ക്ക് പോലും അയച്ചു കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതിങ്ങനെ ഒരാൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഇപ്പോൾ പുള്ളി പറഞ്ഞു ഏഷ്യയിൽ നടന്നു, അടുത്ത തന്നെ അറേബ്യൻ രാജ്യത്താണ് നടക്കുന്നത്. 2 പ്രാവശ്യം അത് കറക്റ്റായിട്ട് വന്നു. അപ്പോൾ പുള്ളി അത് നാസയ്ക്ക് വേണ്ടി കൊടുത്തു. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മുടെ പഴയതെല്ലാം മോശമാണ് എന്നുള്ളതിനോട് നമുക്ക് യോജിപ്പില്ല. ഞാൻ പഠിച്ചിട്ടുള്ളവനാണ്, റിലയൻസിൻ്റെ എഞ്ചിനീയർ ആയിട്ടിരുന്നതാണ്. മനസ്സിലായില്ല? അപ്പോൾ എൻ്റെ ഇതായിട്ട് പാരമ്പര്യമായിട്ട് ഇങ്ങോട്ട് വന്നു, അത് ജ്യോതിഷത്തിലേക്ക് വന്നു. അങ്ങനെയുള്ള ഒരു രീതി. അന്നേ എനിക്ക് എന്തെങ്കിലും പുതുമ ചെയ്യണം. നമ്മൾ എന്തെങ്കിലും എല്ലാവരും ചെയ്യുമ്പോൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഗ്രന്ഥം പഠിക്കുന്ന സമയത്ത് അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആരും അത് ചെയ്യുന്നില്ല, കാണാതെ പഠിക്കുകയാണ് പറയുന്നു. അത് തെറ്റും. മനസ്സിലായില്ലേ? അല്ല, ഇപ്പം മലയാളികൾക്ക് അറിയേണ്ട കുറച്ച് ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഉദാഹരണത്തിന് 3ാമത് വീണ്ടും ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ ഉണ്ടാവും, മുഖ്യമന്ത്രി പിണറായി വിജയനാകുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. അതിനൊരു ഞാൻ ആമുഖമായിട്ട് എൻ്റെ പ്രവചനത്തിൽ തന്നെ പറഞ്ഞു, ഈ മനുഷ്യരുടെ ഒരു കാര്യം ചെയ്യുമ്പോൾ മനുഷ്യൻ ഇപ്പോഴത്തെ കലിയുഗത്തിൽ 2000-ന് ശേഷമുള്ള മനുഷ്യർ അട്ടിമറിക്കും. പണവും സ്വാധീനവും ഉപയോഗിച്ച് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു കാലമാണ് ലോകത്ത്. 2000-ന് ശേഷം, 2000-ൽ ലോകം അവസാനിക്കുമെന്നൊക്കെ പറഞ്ഞാണ്. അതിന് ശേഷം വന്നിട്ടുള്ള കലിയുഗം മനുഷ്യർ മൃഗങ്ങളെക്കാളും മോശമാണ്. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അങ്ങനെയാണ്. ഇതിനെ നമ്മൾ അട്ടിമറിക്കും. ഇതിൻ്റെ സത്യം എനിക്കറിയാം. പല പ്രവചനങ്ങളിലും ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ അതിൻ്റെ സത്യം എനിക്കറിയാം, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന്. മനുഷ്യനായിട്ട് എനിക്കത് വെളിപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഞാൻ ചിലപ്പോൾ ആൾക്കാർ തട്ടിക്കളയും. മനസ്സിലായില്ലേ? അപ്പോൾ പല കാര്യങ്ങളും എനിക്ക് അറിയാം, എന്നിട്ട് പോലും അതങ്ങനെ വെച്ചേക്കും. എന്നുവെച്ചാൽ ഇന്നത്തെ കാലത്ത് അത് അട്ടിമറിക്കാം. പണവും സ്വാധീനം ഉണ്ടെങ്കിൽ എന്ത് ലോകത്ത് ചെയ്യാന്നുള്ള ഒരു കാലത്തിലേക്കാണ് മനുഷ്യൻ പോണത്. അപ്പോൾ എന്തായാലും ഞാനത് എൻ്റെ അടുത്ത് ഞാൻ ഇതേപോലെ പറഞ്ഞു, അതിങ്ങനെ ഒരു ഇതുണ്ട്. പ്രകൃതിയെക്കുറിച്ച് നമ്മൾ നടത്തിയിട്ടുള്ള ഒരു പ്രവചനം ഇന്നുവരെ തെറ്റിയില്ല. പ്രകൃതി ആർക്കും അട്ടിമറിക്കാൻ പറ്റില്ല, മാറ്റിമറിക്കാൻ പറ്റില്ല. അഥവാ ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ പ്രവചനങ്ങളിൽ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് മരണങ്ങൾ പറയുമ്പോൾ അതിനാർക്കും അട്ടിമറിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ കാണുന്നു. ഇപ്പോൾ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, നമ്മൾ കാണുന്നു. പക്ഷെ സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല, അറിയാമോ? പക്ഷെ നമ്മൾ കാണുന്നു. അതുപോലെയാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ പ്രവചനങ്ങളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞാൻ പേഴ്സണലായിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ഇപ്പോൾ ബീഹാറിൽ ഞാൻ എൻ്റെ അടുത്ത് വാട്സപ്പിൽ ചോദിക്കുന്നവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ അല്ലാണ്ട് മാധ്യമങ്ങളോട് പറയില്ല. ഇല്ല, മാധ്യമങ്ങളോട് പറയുന്നതിന് നമുക്ക് കുഴപ്പമില്ല. ഇപ്പം ഞാൻ ന്യൂസ് 18 അവരുടെ സ്റ്റുഡിയോയിൽ പോയിട്ട്, നിങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഞാൻ ചെയ്തല്ലോ നരേന്ദ്രമോദി അധികാരത്തിൽ വരും എന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് സുരേഷ് ഗോപി കയ്യാലപ്പുറത്തെ തേങ്ങയായിരിക്കും, അത് അപ്പുറത്തും വീഴാം ഇപ്പുറത്തും വീഴാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അവിടെ. മനസ്സിലായില്ലേ? അതിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് എനിക്കറിയാം. മനസ്സിലായോ? പക്ഷേ ഞാനത് പറയാൻ പറ്റില്ല, അത് എത്തിക്സാണ്. മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യരുമായിട്ടുള്ള ഈ കളികൾ അതൊക്കെ വരുമ്പോൾ ഞാൻ അതിൻ്റെ ഇത് കൂടുതലും പറയാതെ പോയത് അതുകൊണ്ടാണ്.
ഇനി നിങ്ങൾ ചോദിച്ചാൽ പറയും, അതിന് വിഷയമൊന്നുമില്ല. എൻ്റെതായ അഭിപ്രായത്തിൽ ഞാൻ പറയും. മനസ്സിലായി. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന് പറഞ്ഞതുപോലെയാണ് ഞാൻ പിണറായി വിജയൻ. മൂന്നാമത്തേതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ UDF വരാനാണ് ചാൻസ് ഉള്ളതായിട്ടുള്ളത്. മനസ്സിലായില്ല, ഭരണമാറ്റം സംഭവിക്കുമെന്ന് പ്രവചനത്തിൽ തന്നെ പറഞ്ഞു. അതിൽ UDFൻ്റെ ഒരു 65-നും 85-നും ഇടയ്ക്കുള്ള സീറ്റ് എൻ്റെ കാൽക്കുലേഷൻ പ്രകാരം, ആസ് പെർ ദിസ് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഒരു 65-നും 85-നും ഇടയ്ക്ക് UDFന് കിട്ടും, ഒരു 45-നും 65-നും ഇടയ്ക്ക് LDFന് കിട്ടും, 1-നും 5-നും ഇടയ്ക്ക് BJPക്ക് കിട്ടും. ഇതാണ് എൻ്റെ കാൽക്കുലേഷൻ. മനസ്സിലായില്ലേ? ഇത് ഇനി അട്ടിമറിക്കപ്പെട്ടാലൊന്നും നമുക്ക് പറയാനില്ല. ഇപ്പോഴത്തെ സ്റ്റേജിൽ എൻ്റെ ശാസ്ത്രം ഉപയോഗിച്ച്, എൻ്റെ കാൽക്കുലേഷൻ ഉപയോഗിച്ച് ഞാൻ കണ്ടുപിടിച്ചത്. അതായത് 2026 പ്രവചനത്തിൽ അത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമേ അത് കാൽക്കുലേറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? അതായത് ഞാനൊരു 1-ാം തീയതിയൊക്കെ പ്രവചനം എഴുതിയതാണ്. അപ്പോൾ ഡിസംബർ 1 തൊട്ട് പ്രവചനം എഴുതി വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇതായിട്ട് ഇങ്ങനെ തന്നെ ഇടണമെന്ന് പറഞ്ഞു. അത് തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ അവസാനം വന്ന് ചോദിച്ചാലും, ഇലക്ഷൻ കഴിഞ്ഞിട്ട് വന്ന് ചോദിച്ചാലും ഇത് തന്നെ പറയും. ഞാൻ ഒന്നിൽ പറഞ്ഞാൽ അതിൽ ഉറച്ച് തന്നെ നിൽക്കും. അത് ശരിയായാലും തെറ്റായാലും അത് ഉറച്ച് ചെയ്യും. കാര്യം എന്താ വെച്ചാൽ ഞാനൊരു കാൽക്കുലേഷനിലാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ആ കാൽക്കുലേഷൻ നമുക്കറിയാം, അത് തെറ്റില്ല. പക്ഷെ തെറ്റിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മനുഷ്യരാണ്. അതെ. ഇപ്പം പല പല സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്നവരുൾപ്പെടെയുള്ളവർ പല പല വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പം ദിലീപിന്റെ വിഷയം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഇപ്പം ദിലീപിനെ കീഴ്ക്കോടതി വെറുതെ ഇപ്പം 3 വർഷത്തിന് മുമ്പ് എല്ലാ ചാനലുകാരും ബാക്കിയുള്ള എല്ലാവരും ഇവിടെ എഴുതിയതാണല്ലോ, വലിയ ജ്യോതിഷം പറഞ്ഞല്ലോ ദിലീപിനൊന്നും സംഭവിക്കില്ല. അത് 3 വർഷത്തിന് മുമ്പേ പറഞ്ഞു കഴിഞ്ഞ സാധനമാണല്ലോ. എല്ലാ ഓൺലൈൻ പത്രത്തിലും എല്ലാത്തിലും എഴുതിയിരുന്നു ദിലീപിന് 3 കല്യാണത്തിന് യോഗം. അത് ആൾറെഡി വന്നു. ആദ്യ ഒരെണ്ണം കഴിഞ്ഞു, അത് സൈലൻ്റ് ആയിരുന്നു. മഞ്ജു വാര്യർ ഇത് എല്ലാ ചാനലുകാരും മറ്റേ ഇതിൽ ഒരു 2 മാസത്തോളം വാരിയിട്ട് അലക്കിയത് തന്നെ. വലിയ ജ്യോതിഷം ഇങ്ങനെ പറഞ്ഞു. എനിക്കറിയാം അതൊന്നും സംഭവിക്കാൻ പോകില്ല. അപ്പൊ ഇപ്പൊ ഹൈക്കോടതിയിലോട്ട് പോയാലും വലിയ മാറ്റം സംഭവിക്കും. കോടതിയിൽ പോയാലും മനുഷ്യരല്ലേ പോണത്. അവിടെ പോയിട്ട് വാദപ്രതിവാദങ്ങൾ ചെയ്യുന്നതല്ലേ കാര്യം. ഇപ്പം മിടുക്കനായിട്ടുള്ള വക്കീൽ, ഇപ്പോൾ ആളൂരെന്ന് പറഞ്ഞൊരു വക്കീൽ സൗമ്യ സ്വയം ബലാത്സംഗം ചെയ്ത് ട്രെയിനിൽ നിന്ന് ചാടിയെന്നല്ലേ വന്നത്. എന്ത് ചെയ്യേ? അങ്ങനെ എത്ര വിധികൾ ഈ രാജ്യത്ത് വന്നു. അത് കഴിവും സാമർഥ്യവും തെളിവുകളുടെ അടിസ്ഥാനത്തിലും. കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതിയിൽ ഹാജരാക്കുന്ന തെളിവുകൾക്കാണ് കോടതി നോക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഹാജരാക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എല്ലാ കോടതികളും പോകുള്ളൂ. അത് ഏത് രാജ്യത്ത് പോയാലും അങ്ങനെയാണ്. അവിടെയാണ് വക്കീലിൻ്റെ സാമർഥ്യവും കഴിവുമൊക്കെ. അതുകൊണ്ടാണ് ആദ്യമേ പറയണത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കരുത്. കേസ് ഹൈക്കോടതി പോയാലും ദിലീപിന് അനുകൂലമായിരിക്കും എന്നാണ് പറയുന്നത്. അല്ല, ഇപ്പോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ നോക്കണം. ദിലീപിൻ്റെ കാലത്ത് ഞാനിതേപോലെ ദിലീപിന് കണ്ട ശനിയും കാവ്യയ്ക്ക് 7 ശനിയുമായിട്ടുള്ള കാലത്ത് അവരുടെ ഒരു റിലേറ്റീവ് എന്നെ വിളിച്ച് ഇതേപോലെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ കല്യാണം നടത്താൻ പാടില്ല, ഇപ്പോൾ സമയം മോശമാണ്. അതെല്ലാം 2-3 വർഷത്തിന് മുമ്പേ എല്ലാ ഇതിലും പബ്ലിഷ് ചെയ്തതാണ്. അത് കാവ്യയ്ക്ക് കണ്ട ശനിയും ദിലീപിന് ഇത് 7 ശനിയാണ്, കാരാഗ്രഹം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. അന്ന് അവർക്കത് അത്യാവശ്യമാണ്, വിവാഹം കഴിച്ചേ പറ്റുള്ളൂ. ഇവർ ചേർന്നത് തന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ചേർന്നത്. ഒരാൾക്ക് കണ്ടാൽ ശനിയും കാവ്യമാധവൻ അന്ന് കണ്ടാൽ ശനിയായിരുന്നു. ദിലീപ് ഭയങ്കരമായ ഒരു വിശ്വാസിയാണല്ലോ ഇപ്പൊ ഇദ്ദേഹം. പക്ഷെ അത് എതിർത്തുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചു എന്നാണ് പറയുന്നത്. എതിർത്തു എന്നല്ല, ഒരാളുടെ കെയർ ഓഫിൽ എന്നെ വിളിച്ച് ചോദിച്ചു ഇവരുടെ കല്യാണം നടത്തുന്നതിൽ കാര്യമുണ്ടോ, ഇവരിപ്പം വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ദിലീപ് അത് കേട്ടോ ഇല്ലേ എന്നുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ വ്യക്തിയുടെ അടുത്ത് ഞാനത് പറഞ്ഞു. പിന്നെ എല്ലാ യൂട്യൂബിലും പത്രത്തിൻ്റെ ചെറിയ ഇതിലും എല്ലാത്തിലും വന്നു. അതെല്ലാം അവർ കൊടുത്തു, കുറേ ചാനലുകളിലൊക്കെ കൊടുത്തു. അത് 3 വർഷത്തിന് മുമ്പേ അത് നടന്ന സംഭവമാണ്. മനസ്സിലായി? കേസിൽ ഇനി അട്ടിമറിയൊന്നും പ്രതീക്ഷിക്കാനില്ല. അത് മനുഷ്യരുടെ കാര്യമില്ല. മനുഷ്യരുടെ ഒരു കാര്യത്തിന് ഞാൻ ഗ്യാരണ്ടി പറയില്ല. നിങ്ങൾ ചെയ്യുമോ അത് നാളെ എന്ത് മനുഷ്യരുടെ കാര്യത്തിന്. പ്രകൃതിയെക്കുറിച്ച് ഞാൻ ഉറപ്പിച്ച് പറയും. ഇന്നിവിടെ ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. പ്രകൃതിയെക്കുറിച്ച് നടത്തിയ ഒറ്റ കാര്യങ്ങൾ ഇന്ന് വരെ തെറ്റില്ല. കാര്യം അവിടെ ആയിരിക്കും അട്ടിമറിക്കാൻ പറ്റില്ല. അതെ. ഇപ്പൊ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും. ഇപ്പൊ ഒരു കൗതുകം കൊണ്ടും ഒരു ഭീതിയോടും കൂടി ചോദിക്കുകയാണ്. 2026 ഇപ്പൊ നമ്മൾ പ്രളയം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. 2026 അങ്ങനെ ഭയങ്കര അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രളയം എന്ന് പറയുന്നത് 12 വർഷത്തിൽ ഒരിക്കൽ പ്രളയം വരാനുള്ള ചാൻസസ് ഉള്ളൂ. അത് ഞാൻ ആൾറെഡി റിസർച്ച് ചെയ്തിട്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രളയം വന്ന് 12 വർഷം കഴിയുമ്പോഴേ അതേപോലെ മഹാപ്രളയം വരുള്ളൂ. മനസ്സിലായില്ല? അതിന് ഓരോ കണക്കുണ്ട്. അപ്പോൾ ഇനി അടുത്ത മഹാപ്രളയം വരുന്നത് ഈ വന്ന മഹാപ്രളയത്തിൻ്റെ 12 വർഷം കഴിയുമ്പോഴത്തേക്കാണ് അത് വരാനുള്ള ചാൻസ് ഉള്ളത്. ഇതൊക്കെ ആൾറെഡി എൻ്റെ എല്ലാ യൂട്യൂബ് വീഡിയോയിലും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പ്രളയം മാത്രമല്ല സാർ, ഞാൻ പറഞ്ഞത് ഈ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ദുരന്തം. ചന്ദ്രന്റെ സ്ഥിതി ഇപ്പോൾ വീക്കാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നമ്മുടെ പ്രകൃതിക്ഷോഭങ്ങളെല്ലാം സംഭവിക്കുന്നത് ചന്ദ്രനെ ഡിപ്പെൻഡ് ചെയ്താണ്. വേലിയേറ്റം, വേലിയിറക്കം, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ചന്ദ്രൻ്റെ ഇതായിട്ടുള്ള ചന്ദ്രനിൽ ജനിച്ചവരായവർക്ക് ശ്രദ്ധിക്കണമെന്ന് പറയും. സങ്കുചിത മനോഭാവം വരും, അവരുടെ മാനസിക നിലയിൽ പ്രോബ്ലം വരും.
അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു തിരുവോണം, അത്തം, രോഹിണി, ആയില്യം, പൂയം, പുണർദത്തിൻ്റെ കാല് ഇവർ ഇത്രയും വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ അപകടങ്ങൾ ഒരുപാട് പ്രോബ്ലങ്ങൾ വന്നിട്ടുണ്ട്. ഇവരൊക്കെ വണ്ടി ഓട്ടിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നക്ഷത്രം അത് ചന്ദ്രനുമായിട്ടാണ് ഇവർക്ക് ബന്ധം. ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്നു ജ്യോതിഷത്തിൽ, സൂര്യൻ ശരീരത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ സൂര്യദശയിലുള്ളവർ കൂടുതൽ അണിഞ്ഞൊരുങ്ങിയ കടക്കും. അതാണ് ഉത്തരം, കാർത്തിക, ഉത്തരാടം അങ്ങനെ പോകുന്നവർ. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ജ്യോതിഷം എന്ന് പറയുന്ന വളരെ ലോകത്ത് നിന്ന് കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. ജ്യോതിഷത്തിൻ്റെ 12 കാലങ്ങൾ വരച്ച് അത് പാമ്പും കെട്ടയല്ല, അത് അറിഞ്ഞുകൂടാത്തവന്മാരിങ്ങനെ കളിയാക്കി പറയുന്നതാണ്. അതിൽ 1-ാം ഭാവം നോക്കിയാൽ നിങ്ങളെ സർവത്ര കാര്യം പറയാം, 2-ാം ഭാവം നോക്കിയാൽ നിങ്ങളെ വിദ്യയെക്കുറിച്ച് പറയാം, 3-ാം ഭാവം നിങ്ങളെ സഹോദരനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാം, 4 നിങ്ങളുടെ മാതൃഭാവം കുറിച്ച് പറയാം, 5 എന്ന് പറയുന്നത് സന്താനങ്ങളെക്കുറിച്ച് പറയാം, 6 എന്ന് പറയുന്നത് ശത്രുഭാവം പറയാം, നാശം, ശത്രു, ദോഷം, 7 നിങ്ങളുടെ വിവാഹമാണ്, 8 നിങ്ങളുടെ മരണം, 9 നിങ്ങളുടെ പ്രതിസ്ഥാനം, ഭാഗ്യസ്ഥാനം, 10 നിങ്ങളുടെ തൊഴിലിനെ കുറിച്ച് പറയാം, 11 നിങ്ങളുടെ വരുമാനം, 12 ചിലവ്. ഇതിനകത്ത് വരുന്ന ഗ്രഹസ്ഥിതി വെച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്താണ് പറയണത്. ഒരു ഗ്രഹങ്ങളും നിങ്ങളെ സ്വാധീനിക്കുന്നില്ല, അങ്ങനെ ജ്യോതിഷത്തിൽ പറയുന്നില്ല. മനസ്സിലായില്ലേ? ഒരു ഗ്രഹങ്ങളും നിങ്ങളെ സ്വാധീനിക്കില്ല. നിങ്ങളെ സ്വാധീനിക്കുന്ന 3 എണ്ണേ ഉള്ളൂ. അത് ഒന്ന് ചന്ദ്രൻ, സൂര്യൻ, ഭൂമി. ഈ ഭൂമിയാണ് 360 ഡിഗ്രിയെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. 360 ഡിഗ്രി ഉള്ള ഗോളത്തിന് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതാണ് മാസം 30 കണക്കാക്കുന്നത്. 30 ഡിഗ്രി വീതം വരും ഒരു രാശി. അങ്ങനെ എല്ലാം കാണാതെ 12 മാസം, അതാണ് മാസം. ഇങ്ങനെയൊക്കെയാണ് അത് കണക്ക് ചെയ്തേക്കുന്നത്. ഇത് കണക്ക് അറിഞ്ഞുകൂടാത്തവൻ വന്നിരുന്നാണ് ഈ ജ്യോതിഷത്തിനെ കുറിച്ച് ചുമ്മാ പിച്ചുമ്പയും പറയണത്. ഇത് ശരിക്കും അറിഞ്ഞൂടാ എന്താണെന്ന്. എനിക്ക് അവന് അറിഞ്ഞൂടാ ഇതെന്താണ്. ചൊവ്വാദോഷം, ചൊവ്വ വന്നടിക്കും, കല്യാണം മുടക്കും, അതൊന്നും പറയണില്ല. അത് 7-ലോ 8-ലോ നിന്നാൽ വിവാഹഭാവത്തിൽ. അപ്പോൾ ഈ ഇടയ്ക്ക് സയൻസ് പറഞ്ഞല്ലോ 69 ദിവസത്തിൽ കൂടുതൽ മനുഷ്യരാശിക്ക് കുജലിൽ നിലനിൽക്കാൻ പറ്റില്ല. നമ്മുടെ ആചാര്യന്മാർ എത്രയും മുമ്പേ പറഞ്ഞു. കണ്ണടച്ചിരുന്ന ലോകം കാണുന്നവരാണ് നമ്മുടെ ആചാര്യന്മാർ. ഭാരത സംസ്കാരത്തിലെ ആചാര്യന്മാർ കണ്ണടച്ചിരുന്ന് ലോകം കാണും. ഒരു കുള്ള ഗ്രഹമാണ്, ചുമന്ന ഗ്രഹമാണ്. സയൻസൊക്കെ പറയുന്നതിന് എത്ര വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു. മുള്ളർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ അന്ധകാരത്തിൽ ജയിക്കുമ്പോൾ പ്രകാശ ലോകത്ത് ജയിച്ചിരുന്നൊരു സമൂഹമുണ്ട്, അത് ഭാരതീയരാണ്. മനസ്സിലായില്ല? നമുക്കിതിൻ്റെ വിലയില്ല എന്നേ ഉള്ളൂ. ഈ ജ്യോതിഷം ഇവിടെ കേരളത്തിൽ മാത്രമുള്ളതുമല്ല, എല്ലാ രാജ്യത്തും ജ്യോതിഷമുണ്ട്. അറേബ്യൻ ജ്യോതിഷം, പാശ്ചാത്യ ജ്യോതിഷം, എവിടെ നിങ്ങൾ പോയി അവിടെ എല്ലാം ജ്യോതിഷമുണ്ട്. ബാബ വാങ്കഡെ, നമ്മുടെ ഇവർ നോസ്ട്രാഡാമസ്, ഇവരെല്ലാം ജ്യോതിഷികളാണ്. ഇവരാരും മനുഷ്യരെക്കുറിച്ച് പ്രവചനം നടത്തിയിട്ടില്ല, ഇവരെല്ലാം പ്രകൃതിയെക്കുറിച്ച് നടത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ശാസ്ത്രം വളരെ വിലപ്പെട്ടതാണ്. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ഒരാളാണെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ. ഇപ്പം എൻ്റെ അടുത്ത് വന്നു ഒരാൾ വന്നിരുന്നു, നിങ്ങൾ വന്നിരുന്നു, നിങ്ങളുടെ ഡീറ്റെയിൽ തന്നു, മിണ്ടാതെ വായടച്ചിരിക്കണം. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നോക്കില്ല, നിങ്ങൾ വായടച്ചിരിക്കണം. അത് ഡോക്ടറെ അടുത്ത് നിങ്ങൾ പറയുക, ജ്യോതിഷൻ്റെ അടുത്ത് നിങ്ങൾ പറയേണ്ട. അയാൾ ദൈവജ്ഞനാണ്. നിങ്ങളുടെ കാര്യം അയാൾക്ക് അറിയണം. നിങ്ങൾക്ക് എന്തോ സംഭവിച്ചു, ഇനി എന്തോ സംഭവിക്കാൻ പോണ് എന്ന് അയാൾ പറയും. ഈ സംഭവിച്ചത് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ജ്യോതിഷൻ്റെ അടുത്ത് വിശ്വാസമായിരിക്കും. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ കയറി വരുമ്പോൾ തന്നെ ഞാൻ പറയും, നിങ്ങൾ ഇതിനല്ലേ എൻ്റെ അടുത്ത് വന്നത് എന്ന് ഞാൻ ചോദിക്കും. അയാൾ ഒന്നും പറയുന്ന മുമ്പേ ഇതിനാണ് നിങ്ങൾ എൻ്റെ കൂടെ വന്നത്. എൻ്റെ ഇത് കേട്ടോണ്ടിരിക്കണം. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള എല്ലാവർക്കും അതറിയാം. സാറിൻ്റെ അടുത്ത് പോയാൽ അങ്ങനെ പറയുള്ളൂ. അപ്പം അങ്ങനെയാണ് ജ്യോതിഷം. അല്ലാതെ ചുമ്മാ അത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. കൗതുകം കൊണ്ട് ചോദിക്കുന്നതാണ്, 2026 അങ്ങനെ കേരളം ഞെട്ടാൻ പോകുന്ന എന്തെങ്കിലും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഡിക്ഷൻ? അല്ല, നമ്മുടെ ഇതിൽ തീവ്രവാദി ആക്രമണങ്ങൾ 2026 കുറച്ച് കൂടുതലായിട്ട് വരും. പിന്നെ ഭൂകമ്പങ്ങൾ നമ്മൾ ഭയക്കേണ്ട ഒരു വർഷമാണ്. ഭൂകമ്പങ്ങൾ കൂടുതൽ, കൊടും ശൈത്യം, ഇതൊക്കെ ഇപ്പോൾ കാലാവസ്ഥ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ഭയക്കേണ്ടത്. എന്ന് വെച്ചാൽ ചന്ദ്രൻ്റെയും നമ്മുടെ സൂര്യൻ്റെയും ഭൂമിയുടെ ഇത് വെച്ച് നമ്മൾ ഗണിക്കുമ്പോൾ അങ്ങനെ നമുക്ക് കാണുന്നു പ്രകൃതിയിൽ അങ്ങനെ കുറച്ച് പ്രോബ്ലങ്ങൾ വരും. ഇനിയുള്ള വർഷങ്ങളിലെല്ലാം തന്നെ കാലാവസ്ഥയിൽ വലിയ പ്രയാസങ്ങൾ സംഭവിക്കും. എന്നുവെച്ചാൽ ചന്ദ്രനിൽ ചെറിയ ചെറിയ കമ്പനങ്ങൾ സംഭവിക്കുമ്പോൾ, ഇപ്പം നിങ്ങൾ കണ്ടു കാണും, ചന്ദ്രനിൽ ഒരു കറുത്ത വലയം കണ്ട് കഴിഞ്ഞാണ് വെളിയിൽ, ചന്ദ്രനിൽ ഒരു വലയം ഇങ്ങനെ. അപ്പോൾ ചന്ദ്രനിലുള്ള സ്ഥിതി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതാണ് നമ്മൾ ആ പുള്ളി നാസയ്ക്ക് അയച്ചു കൊടുത്തത്. പിന്നെ പോലെ ചന്ദ്രനെയും ഭൂമി, അത് നമ്മളെ ജ്യോതിഷത്തിലും അങ്ങനെയാണ് പറയുന്നത്. ചന്ദ്രൻ അമ്മ, സൂര്യൻ അച്ഛൻ, ഭൂമി മകള്. അച്ഛനും അമ്മയും എപ്പോഴും മകളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇവർക്ക് രണ്ടുപേർക്കും നാശം സംഭവിക്കാതെ ഭൂമിക്ക് ലോകാവസാനം ഇല്ല, ഭൂമിയിലൊന്നും സംഭവിക്കില്ല. ഈ സൂര്യനും ചന്ദ്രനും നാശം വന്നെങ്കിൽ മാത്രമേ ഭൂമിക്ക് നാശം വരുള്ളൂ. അതായത് നിങ്ങൾ അച്ഛനാണ്, അമ്മയാണ്, കുഞ്ഞിനെ രക്ഷിക്കാനേ നോക്കുകയുള്ളൂ. ഒരു പട്ടിക്കുട്ടിയായാലും ശരി തന്നെ, അത് അച്ഛൻ കാവലിക്കും, മറ്റേത് കടിച്ചെടുത്തുകൊണ്ട് പോകും.
ഒരപകടം വരുമ്പോൾ പ്രകൃതി നമുക്ക് അങ്ങനെയാണ്. പ്രകൃതികളെ പറ്റിയാണ് സംസാരിക്കുന്നത്, പക്ഷെ എന്നാൽ പോലും ചില വ്യക്തികളെ കുറിച്ച് അറിയാൻ ചോദിക്കാം. പക്ഷെ വ്യക്തികൾ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരുടെ ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാം. ഇപ്പം നമ്മുടെ കലിയ ജ്യോതിഷത്തിൽ ശൂന്യാകാശത്ത് നിന്ന് ഭസ്മം എടുക്കില്ല, മറ്റേ അന്ധവിശ്വാസം ഇതൊന്നും നമുക്കില്ല, കൂടോത്രം അങ്ങനെയുള്ള ഒരു പരിപാടിയും നമുക്കില്ല, നമ്മളത് എടുക്കില്ല. ഇപ്പം മാതൃഭൂമിയുടെ ഡിബേറ്റിൽ ഞാൻ മറ്റേ സുധാകരൻ്റെ ഇതിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു അത് വേറെ ശുദ്ധ തട്ടിപ്പാണ്, അവർ തന്നെ കൊണ്ടുവച്ചിട്ട് അവർ തന്നെ കാണിച്ച് അത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വൈബ്രേഷനാണ്. അങ്ങനെയാണ് പോകുന്നത്. പിണറായി വിജയനെ കുറിച്ച് സംസാരിച്ചു, ദിലീപിനെ കുറിച്ച് സംസാരിക്കുന്നത് വ്യക്തികൾ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ തമിഴ്നാട് പൊളിറ്റിക്സ് നോക്കുമ്പോഴേക്കും വിജയ് അവിടെ ഒരു പാർട്ടി ഉണ്ടാക്കുന്നു, 2.5 വർഷം നീണ്ട അദ്ദേഹം പാർട്ടിയിൽ നിൽക്കുന്നു. ഇപ്പോൾ ഒരു കരൂർ ദുരന്തം ഉൾപ്പെടെ അദ്ദേഹത്തിന് സംഭവിച്ചെങ്കിൽ പോലും 2026 തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. മുഖ്യമന്ത്രിയാകുമോ വിജയ്? അല്ല, വിജയെ സംബന്ധിച്ചോളം 2025 മാർച്ച് മുതൽ 2027 ജൂലൈ വരെ സമയം മോശമാണ്. അതായത് അദ്ദേഹത്തിന് ശത്രുക്കളുണ്ടാവും, അദ്ദേഹത്തിന് ചില സമയം പിടിച്ചിരിക്കാൻ പറ്റും, ചില സമയം പിടിച്ചിരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ദുരന്തം വരെ ഉണ്ടായതാണോ? അല്ല, ദുരന്തത്തിൻ്റെ അത് മാത്രമല്ല, അതൊക്കെ അതിൻ്റെ ഭാഗമായിരിക്കും. ആ സമയത്ത് ഇവർക്കെന്ന് പറഞ്ഞാൽ വിജയ് സംബന്ധിച്ചോളം കണ്ടാശനി കാലമാണ് ഇപ്പം, മനസ്സിലായില്ലേ? കണ്ടാശനി കാലം വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ശത്രുക്കൾ കൂടും, ഇങ്ങനെയുള്ള പേരുദോഷം വരും, കേസുകൾ വരാം. ഇതൊക്കെയാണ് നമ്മുടെ ജ്യോതിഷത്തിൽ പറയുന്നത്, കണ്ടാശനിയിൽ കൂടുതലും പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കണ്ടാശനിയിലൂടെയാണ് കഴിഞ്ഞു പോകുന്നത്. ഇപ്പോഴത്തെ നെറ്റിലെ ഡേറ്റ കിട്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ഡേറ്റ എനിക്ക് വ്യക്തമായിട്ടല്ല, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് വെച്ചിട്ടുള്ള പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് കണ്ടാശനി കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്, മനസ്സിലായില്ലേ? അത് 27 ജൂലൈ വരെയാണ് അദ്ദേഹത്തിന് മോശമായിട്ടുള്ള സമയം വരുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് നല്ലതായിട്ട് വരും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് മുഖ്യമന്ത്രിയാവില്ല, അത് ഉറപ്പിച്ച് തന്നെ പറയാം, മനസ്സിലായില്ലേ? സ്റ്റാലിൻ തന്നെ വീണ്ടും അധികാരത്തിലേക്ക്? അല്ല, സ്റ്റാലിൻ്റെ സമയത്തിന് ഇപ്പോൾ സ്റ്റാലിൻ്റെ സമയം നല്ല സമയത്തിലാണ് വരുന്നത്. സ്റ്റാലിൻ തന്നെ വരുമോ എന്ന്, അല്ലെങ്കിൽ ഒരു കൂട്ടുമന്ത്രി സഭ അങ്ങനെയൊക്കെ വരാം. സ്റ്റാലിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് തേജായിരുന്നു. ആ സമയം അദ്ദേഹത്തിന് വളരെ ഷാർപ്പായിട്ടുള്ള സമയത്താണ് ഉത്തരത്തിൽ കാലമായിട്ടുള്ളത് അദ്ദേഹം ആയത്, മനസ്സിലായില്ലേ? അപ്പോൾ അത് അതിനകത്തുള്ള രീതിയാണ്. വ്യക്തികളെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ഡേറ്റ ഉണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയാം. ഡേറ്റ ഇപ്പം നിങ്ങളൊരു ഡേറ്റ തന്നാൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരും. നിങ്ങൾക്ക് നടക്കാൻ പോകണത്, നിങ്ങൾക്ക് നടക്കാൻ ഇല്ലാത്തത്, എല്ലാ കാര്യം പറയും, പറഞ്ഞിരിക്കും. ഇപ്പൊ വ്യക്തികൾ മാറി, ഇപ്പൊ രാജ്യങ്ങൾ തമ്മിൽ സംസാരിക്കും. രാജ്യങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 4 രാജ്യങ്ങൾ, ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിന് മുഖാമുഖം വരും. പിന്നെ 4 രാജ്യങ്ങൾ തമ്മിൽ ശത്രുഭാവത്തിൽ വരും. അതൊക്കെ പ്രവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ആ യുദ്ധത്തിന്റെ മുഖത്തിനോട് മുഖം വരാം എന്ന് വെച്ചാൽ കുറച്ച് തീവ്രവാദി ആക്രമണങ്ങളൊക്കെ ഈ വർഷം കൂടും. ആ സമയത്ത് ചിലപ്പോൾ ഇന്ത്യ ആയുധം എടുത്തെന്ന് വരും. അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രവചനത്തിൽ 2026. പിന്നെ കഴിഞ്ഞ തവണ കാശ്മീരിൽ തീവ്രവാദി ആക്രമണം ഞാൻ പറഞ്ഞു, അതവിടെ നടന്നു. പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം നടന്നിട്ടുണ്ട്, മനസ്സിലായില്ല? ഒരൊക്കെ സയൻസിന് പറയാൻ പറ്റുമോ കാശ്മീരിൽ തീവ്രവാദി ആക്രമണം ഉണ്ടാകുന്നു? എൻ്റെ പ്രവചനത്തിൽ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു തീവ്രവാദി ആക്രമണം ഉണ്ടാകുന്നു. വയനാട്ടിൽ ഉരുൾപൊട്ടണ കാര്യം ഞാൻ കഴിഞ്ഞോളം പറഞ്ഞിരുന്നു. ആ ഡേറ്റിന് തന്നെ അത് സംഭവിച്ചു. 28ാമത്തെ 29ാമത്തെ പ്രവചനമായിരുന്നു. ആ ദിവസം തന്നെ ഉരുൾപൊട്ടി, മനസ്സിലായില്ലേ? ഇതൊക്കെ ഏത് ശാസ്ത്രത്തിനാണ് പറയാൻ പറ്റുന്നത്? അപ്പോൾ ഇത്രയും നമ്മുടെ വാന നിരീക്ഷണമോ അതോ ഇതോ എല്ലാം ഉണ്ടായിട്ട്, ഇപ്പം ഞാൻ ദുബായിലായിരുന്നപ്പോഴത്തേക്ക് അവിടുത്തെ യുവരാജാവ് അവധി പ്രഖ്യാപിച്ച ദിവസം കറക്റ്റായിട്ട് മഴ പെയ്തു കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ അവധി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് അവധി കൊടുത്താൽ 4 ദിവസത്തിന് കഴിഞ്ഞായിരിക്കും ഉണ്ടാവണം. അപ്പോൾ അവരുടെ ആ സിസ്റ്റം അത്രയ്ക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. അത്ര ഷാർപ്പായിട്ടുള്ള ടെക്നോളജികൾ നമ്മുടെ നാട്ടിലും വരണം, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. ഒരു കൗതുകം കൊണ്ട് ചോദിക്കും, ഈ കലിയുഗ ജ്യോതിഷം ഈ അക്സെപ്റ്റൻസ് എത്രമാത്രമുണ്ട് ഈ ആളുകൾക്കിടയിൽ? അല്ലെങ്കിൽ കലിയുഗ ജ്യോതിഷം 150 രാജ്യങ്ങളിൽ കസ്റ്റമറുണ്ട്, 150 രാജ്യങ്ങളിൽ കസ്റ്റമറുണ്ട്. പിന്നെ നമുക്ക് 10 ഓഫീസുണ്ട്. എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, പിന്നെ ഇവിടെ ദുബായ്, എല്ലാ സ്ഥലങ്ങളിലും ഓഫീസുണ്ട്. ബാംഗ്ലൂർ, ചെന്നൈ, വലിയ ബാംഗ്ലൂരൊക്കെ വലിയ പൊളിറ്റീഷ്യന്മാരൊക്കെ നമ്മുടെ കസ്റ്റമറുകളാണ്. വലിയ വലിയ ആൾക്കാരെല്ലാം നമ്മളെ കസ്റ്റമറാണ്. ഇനി ഇതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സ്വർണ്ണവില ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു വലിയ കുതിപ്പ് വീണ്ടും ഒന്നായി 1,00,000 മുകളിലേക്ക് പോയി ഇതിൻ്റെ വില. ഇത് വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത? സ്വർണ്ണവിലയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, സ്വർണ്ണവില നിധി ഉയർന്നു വരുമോ? ഇന്നാൾ വീഡിയോ ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടുന്നതാണ്. എൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെയുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു സ്വർണ്ണം ഇനി അങ്ങോട്ട് മുകളിലോട്ട് തന്നെ പോകും എന്ന് ഞാൻ അവരുടെ അടുത്ത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു. നിങ്ങളിനി സ്വർണ്ണത്തിൻ്റെ പുറകെ പോകണ്ട, സ്വർണ്ണം മുകളിലോട്ട് തന്നെ പോകും. സാറേ എന്നത്തേക്ക് ഇങ്ങനെ നമുക്ക് സ്വർണ്ണം വാങ്ങിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, സ്വർണ്ണം ഇങ്ങനെ കയറി തന്നെ പോകും, അതിൻ്റെ മുകളിലോട്ട് കയറി പോകും. അതങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു സാധനത്തിന് വില കൂടിയിട്ട് കുറച്ചിട്ടുണ്ടോ? ഇനി അഥവാ കുറയണമെന്ന് പറഞ്ഞാൽ അവർ കുറയ്ക്കില്ല. അറിയാമോ ചിക്കൻ്റെ വില ഇപ്പോൾ എത്ര രൂപയെന്ന് അറിയാമോ? ഒരു ഇടവും കൂട്ടിയത് ഇന്ന് വരെ കുറച്ചിട്ടില്ല, അത് കുറയ്ക്കില്ല. നമ്മൾ ഇതുവരെ കാണാത്തൊരു കുതിപ്പാണല്ലോ സ്വർണ്ണവിലയിൽ ഉണ്ടാവുന്നത്. നമ്മൾ ഇതുവരെ കാണാത്തൊരു കുതിപ്പാണല്ലോ സ്വർണ്ണവിലയിൽ ഉണ്ടാവുന്നത്. അല്ല, ഈ ട്രംപ് വന്നതിന് ശേഷം ഒരുപാട് കളികൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്.
അത് അന്ന് ട്രംപ് വരുന്ന സമയത്ത് ഞാനത് പറഞ്ഞു. ട്രംപാണ് ലോകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഈ ചിലർ സൈലൻറ്റ് കില്ലറാണ്. പണ്ടൊരു സിനിമ ഉണ്ടല്ലോ, നരേന്ദ്രപ്രസാദ് കൊല ചെയ്തിട്ട് നരേന്ദ്രപ്രസാദ് തന്നെ അവിടെ റീത്തുമായിട്ട് പോയി എന്ന് കരയും സിനിമയിൽ. കണ്ടുകൊണ്ടിരിക്കണവനറിയാം ഇത് നരേന്ദ്ര, ആ വീട്ടുകാർക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതുപോലെ രാജ്യം കലിയുഗത്തിലേക്ക് വരുന്തോറും മനുഷ്യ മൃഗങ്ങളെക്കാളും പണാധിപത്യവും പവറും വന്നുകൊണ്ടേയിരിക്കും. അവിടെ ഒരു ഇതില്ല. ഞാനൊക്കെ ദുബായിൽ പോകുമ്പോഴത്തേക്ക് തന്നെ അവിടെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ബിസിനസ് ക്ലാസ്സിലുള്ളവർ ഒരു വഴി കൂടെയാണ് പോണത്. മനസ്സിലായില്ലേ? ഈ ഫസ്റ്റ് ക്ലാസ്സിലുള്ളവർക്ക് വേറൊരു ബിസിനസ്സിന് വെച്ചും എക്കോണമി ഇത്. അത് ഇറങ്ങണ സമയത്ത് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഒരുത്ത ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പതുക്കെ നടന്നു വന്നാലും ഫസ്റ്റ് ക്ലാസ്സുകാരൻ മൊത്തം ഇറങ്ങിയിട്ടേ ബിസിനസ്സുകാരനെ ഇറങ്ങുള്ളൂ. ബിസിനസ്സുകാരൻ മൊത്തം ഇറങ്ങിയിട്ടേ വയസ്സായ ആളുകൾ പോലും എക്കണോമിയിൽ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ പണമാണ് വഴി രാജ്യം ഭരിക്കണം, പണവും പദവി. അപ്പോൾ ഇവിടെ നമുക്ക് മനുഷ്യത്വം എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. ഞാൻ ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ്. എൻ്റെ ശമ്പളത്തിൻ്റെ 35% ദാനമാണ് ചെയ്യണത്, എനിക്ക് കിട്ടുന്ന ഫീസിൻ്റെ. പക്ഷേ ഞാൻ പറഞ്ഞാൽ ഒരുത്തനും ദാനം ചെയ്യില്ല, ഞാൻ വാങ്ങിച്ചിട്ട് അത് ചാലഞ്ച് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഈ ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത പന്ന്യൻ രവീന്ദ്രനും വി വി രാജേഷും എല്ലാവരും കൂടെ ചേർന്നതാണ്. അന്ന് 10 ക്യാൻസർ രോഗികളുടെ ചികിത്സ ഏറ്റെടുത്ത് കൊണ്ടാണ് അത് ചെയ്തത്. അന്ന് എൻ്റെ കൈ കൊണ്ട് കൊടുത്തില്ല, സഖാവ് പന്ന്യൻ രവീന്ദ്രൻ്റെ കൈ കൊണ്ടാണ് കൊടുത്തത്. അദ്ദേഹം നമുക്ക് ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ. ഞാനിപ്പോൾ ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ ചെയ്യാം സാർ, ഓക്കെ സാർ എന്നൊക്കെ പറയാം, അവർ ചെയ്യില്ല. അതെൻ്റെ ഫേസിലൂടെ ആഡ് ചെയ്താൽ അത് കറക്റ്റായിട്ട് പോകും. ഇപ്പോഴും മാസം എല്ലാ ക്യാൻസർ രോഗിക്ക് പൈസ കൊടുക്കും, ഫീസ് അടയ്ക്കുന്നുണ്ട്, വാടക കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. അതാണ് ഞാൻ അമ്പലത്തിലോ പള്ളിയിലോ അവിടെയൊന്നും പോവില്ല. അതൊക്കെ അവരവരുടെ കൂട്ടായ്മയാണ്. അമ്പലം ഹിന്ദുക്കളുടെ കൂട്ടായ്മയാണ്. പക്ഷെ ഭഗവാൻ എന്ന് പറയുന്നത് ജനുവിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ, സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. അവിടെ കള്ളം കാണിക്കാൻ പറ്റില്ല. അതാണ് ഭഗവാനെ അറിയാമെന്നുള്ളവന് അതറിയും. അവിടെ പൊന്നും പണവും കൊടുത്തൊന്നും വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റില്ല. വിജയമല്യ ജയിലിലല്ലേ സ്വർണം പൂശി കൊടുത്തതിന് ശേഷം? വിജയമല്യ അയ്യപ്പൻ പ്രൊട്ടക്റ്റ് ചെയ്താ? ഇല്ലല്ലോ. ലോകം മൊത്തം ചാരായ കച്ചവടം ചെയ്തിട്ട് അയ്യപ്പനുകൊണ്ട് സ്വർണം പൂശി കൊടുത്ത് അയ്യപ്പൻ പ്രൊട്ടക്റ്റ് ചെയ്യുമോ? ചെയ്യില്ല. ഭഗവാൻ ജനുവിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. ഏതൊരു മനുഷ്യനും ഈ വീഡിയോ കാണുന്നവരത് വിചാരിച്ചോളണം. അവിടെ സ്വാധീനമൊന്നും പറ്റില്ല. അത് ഓരോ ജാതിയുടെ ആധിപത്യമായിട്ടൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് പണ്ട് എന്നെ ചെയ്യണം, വാരി കൊടുക്കണം. ഞാനൊന്നും പഠിച്ച ഒരു ശാസ്ത്രത്തിലും ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കണമെന്ന് ഞാൻ പഠിച്ചിട്ടില്ല. അവശത അനുഭവിക്കുന്നവർക്ക് കൊടുക്കുക. 65-70 വയസ്സിന് ശേഷമുള്ളവർക്ക്, 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, ഇവരൊക്കെ ഒന്നിനും വേണ്ടി ജീവിക്കാത്തവരാണ്. അവശത ഉള്ളവർക്ക് മാത്രമേ ദാനം കൊടുക്കുക, ആരോഗ്യമുള്ളവർക്ക് കൊടുക്കരുത്. ഇതാണ് ഞാൻ പഠിച്ച ശാസ്ത്രം, ജനുവിൻ ഗ്രന്ഥങ്ങളിൽ. അല്ല, ഇപ്പോൾ വിജയമല്യയും സ്വർണ്ണമൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം UDF അധികാരത്തിൽ വരുമെന്നാണല്ലോ താങ്കളുടെ പ്രൊഫസർ? UDF എന്നെത്താണ് അധികാരത്തിൽ വരും. അല്ല, അത് ഈ സ്വർണ്ണക്കുള്ളയൊക്കെ ഒരു വിഷയമാണോ? അതാണോ കാരണം? അല്ല, അയ്യപ്പൻ്റെ വിഷയം സ്വാധീനിക്കുമല്ലോ, നല്ല രീതിയിൽ സ്വാധീനിക്കുമല്ലോ. ഒരു പ്രാവശ്യം അയ്യപ്പൻ്റെ ഇത് കാരണം ഇലക്ഷന് തന്നെ പാർലമെൻറ്റിൽ കണ്ടില്ലേ, 1901 വന്നത്. ഇത് അയ്യപ്പൻ്റെതാണ്. പിന്നെ എല്ലാവരും അത് പറയില്ല, അയ്യപ്പൻ്റെ സ്വാധീനിക്കുക. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ കലിയുഗത്തിൻ്റെ ദൈവമാണ് അയ്യപ്പൻ. നിങ്ങൾ അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ പറയും തത്വമസി, നീ ഞാനും ഒന്നാവുന്നു. 18 പടി ശാപത്ത് മുക്തിക്കാണ് കയറണം. അവിടെ ചെല്ലുമ്പോൾ അയ്യപ്പൻ പറയും നീ ഞാനും ഒന്നാവുന്നു, നീ നിന്നിൽ നിന്നും തുടങ്ങും. നീ ഇതുവരെ ചെയ്ത തെറ്റുകളൊക്കെ ഇവിടെ വന്നപ്പോൾ ഞാൻ കാണിച്ചു തത്വമസി. ഇനി നീ ഓരോ പടിക്കൊരു പ്രാധാന്യമുണ്ട്, അറിയാമോ? നമ്മൾ ചെയ്ത ഓരോ പടി ശാപങ്ങളും ആ പടി ചവിട്ടുമ്പോൾ മുക്തി കിട്ടും. എന്നിട്ട് മോളിൽ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി. ഇപ്പം നീ ഞാനും ഒന്നാണ്, ഇനി നീ നിന്നിൽ നിന്നും തുടങ്ങും. അതനുസരിക്കണോ രക്ഷപ്പെടും, അല്ലെങ്കിൽ വീണ്ടും അവൻ കറക്ഷനിലേക്ക് പോകും. അയ്യപ്പനെ തൊട്ടാൽ പൊള്ളൂ. ഏറ്റവും കൂടുതൽ അയ്യപ്പൻ്റെ കാര്യത്തിൽ പറഞ്ഞ ഞാനാണ്. സ്റ്റാർട്ടിങ്ങിൽ അയ്യപ്പനെ തൊട്ടാൽ പൊള്ളും. ഇപ്പോഴും ഞാൻ ഒരു വീഡിയോ ഇട്ടു. ആരൊക്കെ അയ്യപ്പനെ തൊട്ടിട്ടുണ്ടോ അവരൊക്കെ ഉത്തരം പറയേണ്ടി. ആ പൊള്ളൽ തന്നെയാണ് ഇടതുപക്ഷം? അല്ല, ആ പൊള്ളൽ ഇടതുപക്ഷമോ അങ്ങനെയുള്ള കാര്യമല്ല. ആരൊക്കെ ചെയ്തിട്ടുണ്ടോ, മനസ്സിലായില്ലേ? അയ്യപ്പനെ ആരൊക്കെ തൊട്ടിട്ടുണ്ടോ അവരെല്ലാം നശിക്കും. അതത്ര ഉറപ്പാണ്. എന്ന് വെച്ചാൽ ഞാൻ പഠിച്ച ഇത്ര 20 വർഷമായിട്ട് ഞാൻ നടത്തിയ റിസർച്ചിൽ ഇതിലും ഭഗവാൻ, ശരിയായിട്ടുള്ള ഭഗവാന്റെ രൂപം കണ്ടിട്ടുള്ളവനാണ്. അതായത് എന്താണ് ഭഗവാൻ, മറ്റുള്ളവർ പറഞ്ഞു വരത്തും പോലെ അല്ല ഭഗവാൻ. ഭഗവാൻ പൊന്നും പണവും കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല. അത് ജനുവിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? ജനുവിനുണ്ടോ അത് ചെയ്യും. ഇപ്പോൾ ചിലർ ഇവിടെ വന്നിട്ട് പറയും എൻ്റെ മോള് പ്രേമിച്ച് പോയി, വേറൊരുത്ത എനിക്ക് ഇഷ്ടമില്ല, സാറൊന്ന് അകറ്റാണോ? ഞാൻ പറയും നോ, ഞാനത് ചെയ്യില്ല. പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നിയമത്തിൽ അത് തെറ്റല്ല. അവൻ ചിലപ്പോൾ ജോലി ഇല്ലാത്തവനായിരിക്കും, പൈസ ഇല്ല. പ്രണയം, സ്നേഹം എന്ന് പറയുന്നത് ഭഗവാന്റേതാണ്. അപ്പോൾ ഞാൻ പറയും അത് തെറ്റല്ല. പക്ഷേ മക്കളെ കെട്ടിച്ചയക്കണമെന്നുള്ള നിങ്ങളെ ആഗ്രഹവും തെറ്റല്ല. അപ്പോൾ 2 ജനുവിനുകൾ തമ്മിലാണ് അവിടെ ഫൈറ്റിങ്. നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കും. ഇതിലേതാണ് കൂടുതൽ ജനുവിന് അത് നടക്കും. അല്ല, ഒരിക്കലും ഒരാളിനെ പിരിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ചെയ്യാറില്ല. ഇവിടെ വന്ന് പറഞ്ഞാലും ചെയ്യില്ല, എത്ര ഓഫർ എന്നാലും ചെയ്യില്ല. അതുപോലെ എതിർക്കുന്ന എന്താ ഉള്ളത് സാർ? ഇപ്പം ഇതുപോലെ ഇത് നമ്മൾ എതിർക്കുന്ന ഒരു രീതിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആചാരങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ കുറേ മാറ്റങ്ങൾ വരുത്താനുണ്ട്. മനസ്സിലായില്ലേ?
അപ്പോൾ നമ്മളൊരു 200 വർഷത്തിന് ഉള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ജാതിയുടെ ആധിപത്യത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഭാഷ അറിയാം, സ്നേഹവും സ്പർശനവും. ഇത് എല്ലാവർക്കും അറിയാൻ പറ്റും ലോകത്തുള്ള. മനസ്സിലായില്ലേ? നിങ്ങൾ മലയാളത്തിലും തമിഴിലൊന്നും പറയണമല്ല, 2 ഭാഷ ദൈവത്തിന് അറിയാം. നിങ്ങളൊരു അമേരിക്കക്കാരനെ ഇങ്ങനെ കാണിച്ചാലും അറിയാം അവൻ അടിക്കുകയാണെന്ന്, ഇങ്ങനെ കാണിച്ചാൽ അറിയാം അവൻ കഴിക്കുകയാണെന്ന്. വേറെ ഏത് ഭാഷയെ നമുക്ക് പഠിക്കണ്ട. സ്പർശനവും സ്നേഹവും. ഒരു പട്ടിയെ നിങ്ങൾ പിടിച്ച് ഇങ്ങനെ തടവി നോക്കിയേ, അത് നമ്മളിവിടെ സ്നേഹമായിട്ട് നിൽക്കും. സ്പർശനവും സ്നേഹവുമാണ് ഭഗവാന്റെ ഭാഷ. അതുപോലെ നിങ്ങൾ ഭഗവാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വിളക്കിൽ എണ്ണ ഒഴിക്കുക, ഹാരമായി കൊടുക്കുക. ഇത് രണ്ടും അല്ലാതെ ഭഗവാൻ ഒന്നും കൊടുക്കരുത്. ഭഗവാന് നമ്മളാണ് നമുക്കാണ് ഭഗവാൻ തരേണ്ടത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ ഉള്ളവരെന്ത് ചെയ്യും? ഭഗവാൻ അങ്ങ് വലുതാണ് എല്ലാമാണെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പൈസ തലയ്ക്ക് ഒഴിഞ്ഞ് ഇങ്ങ് കൊടുക്കും. പിച്ചക്കാരൻ നായെ എടുത്തു വന്നു. നമ്മൾ പൈസ കൊടുക്കണ ആർക്കാണ്? നമ്മളെക്കാൾ അവശത അനുഭവിക്കുന്നവർ. ഞാൻ അമ്പലത്തിൽ പോയാൽ ഒരു കാര്യം ഭഗവാന് കൊടുക്കുകയില്ല, ഭഗവാന്റെ ഒന്നും എടുക്കുകയില്ല. പിന്നെ ഞാൻ എല്ലായിടത്തും പറയും, നിങ്ങൾ വിളക്കിൽ എണ്ണ ഒഴിക്കൂ, അത് കത്തി തീർന്നാൽ ആർക്കും മുതലാക്കാൻ പറ്റില്ല. നിങ്ങളൊരു ഹാരമായി കൊടുക്കൂ, അത് അഴിവിപ്പോയാൽ പഞ്ചഭൂതത്തിലേക്ക്. നമ്മളെല്ലാം തൊഴുന്നത് പഞ്ചഭൂതത്തെയാണ്. ആകാശം, അഗ്നി, ഭൂമി, വായു, ജലം. ഇതാണ് പഞ്ചഭൂതം. അപ്പം ഇതിൻ്റെ മുകളിലാണ് പരബ്രഹ്മം അല്ല ഇത് വരുന്നത്. ഇതിൻ്റെ താഴെയാണ് ആചാര്യന്മാർ വരുന്നത്. അതായത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. ഇതിന് മുകളിൽ പരബ്രഹ്മമാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾ പറയുന്ന പടച്ചോൻ, അവർ ആകാശത്തിൽ നോക്കിയാണ് പടച്ചോനെ കാണുന്നത്. അതും പഞ്ചഭൂതമാണ്. പരിശുദ്ധാത്മാവെന്ന് പറയുന്നതും പഞ്ചഭൂതമാണ്. അപ്പോൾ നമ്മളെല്ലാം തൊഴണ ഒരാളിനെ തന്നെയാണ്. പിന്നെ ഓരോ മതത്തിൻ്റെ ഇതിൽ ജീവിച്ചു പോകണം, അത്രേ ഉള്ളൂ. ഇപ്പം ഈ യുദ്ധങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ പറയുമ്പോഴാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം സമാധാനം, ലോക സമാധാനത്തിൻ്റെ ഒരു കാര്യം സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പം അല്ല, സമാധാനം നിങ്ങൾ ഇനി പ്രതീക്ഷിക്കേണ്ട കാലം എന്ന് ഞാൻ പറഞ്ഞില്ല, 2000-ന് ശേഷമുള്ള സമാധാനമല്ല വെട്ടിപ്പിടിപ്പ്, ധനം ഉണ്ടാക്കുക. ആർക്കും ആരുടെ അടുത്ത് സ്നേഹമില്ല. എന്നാലും ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, എന്നെ ഉണ്ടാക്കിയ അച്ഛനും അമ്മയ്ക്കും പോലും എൻ്റെ അടുത്ത് സ്നേഹമില്ല സാറേ. പിന്നെയാണ് ഇനി ഞാൻ മറ്റുള്ളവരെ എന്തെങ്കിലും പ്രതീക്ഷിക്കണത്. അവർക്ക് പോലും എൻ്റെ അനിയൻ്റെ അടുത്താണ് സ്നേഹം, അവൻ്റെ കയ്യിലാണ് പണം. ഞാൻ അവരെ മോനല്ല എന്നാണ് പറയണത്. നാട്ടുകാർ ചോദിക്കുമ്പോൾ ഞാൻ ദരിദ്രനാണ്. അപ്പോൾ അങ്ങനെയാണ് പറയണത്. ആ അമ്മ അച്ഛന് വന്ന് വെല്ലുവിളിച്ചത്, നിൻ്റെ അനിയന് വലിയൊരു വീട് വെച്ചടാ നിനക്ക്. അപ്പോൾ ദരിദ്രനായ എൻ്റെ അടുത്ത് വെല്ലുവിളിക്കണം എൻ്റെ അച്ഛൻ്റെ അമ്മേരെ ക്വാളിറ്റി സാറിന് മനസ്സിലായി. എൻ്റെ അച്ഛൻ്റെ അമ്മേരെ അല്ല, ലോകത്തുള്ളവരൊക്കെ ഇങ്ങനെയാണ്. ഒരു അമ്മ ഒരിക്കലും മക്കളെ തള്ളി പറയില്ല. ഇപ്പം നമ്മൾ കാണുന്നത് എന്താണ്? അമ്മമാർ മക്കളെ കൊന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അമ്മ സത്യമാണ്, അച്ഛൻ വിശ്വാസവും. അമ്മയാണ് സത്യം, അച്ഛൻ വിശ്വാസമാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ലോകത്തെ ഇനി നിങ്ങൾ സമാധാനം പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഒരു ചോദ്യമേ ചോദിക്കരുത്. ഈ ലോകം സഞ്ചരിക്കണോണ്ട് എനിക്കറിയാം, അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല. ലോകം മൊത്തം സമാധാനം ഇല്ലാതാവേ ഉള്ളൂ ഇനി. അതിനുവേണ്ടി പല രാജ്യങ്ങളും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളെ തമ്മിൽ കൂട്ടി അടുപ്പിച്ച് എണ്ണ ഒഴിച്ച് ചോര കുടിക്കാൻ വേണ്ടി. സാർ, ഇപ്പോൾ UDFിൻ്റെ കാര്യം വരുമെന്ന് പ്രവചിച്ചു, ഇത്രയും സീറ്റുകൾ കിട്ടുമെന്ന് പ്രവചിക്കുന്നു. അപ്പം ഉറപ്പായിട്ടും അടുത്ത ചോദ്യം എന്ന് പറയുന്നത് UDFിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകും എന്നുള്ള. ഒട്ടനവധി നേതാക്കൾ ഉണ്ട്, അതിനകത്ത് തന്നെ തർക്കങ്ങൾ നടക്കുന്നു. അല്ല, ഇതിനകത്ത് UDFിന് ഇടയ്ക്ക് അവർ തർക്കം അവരുടെ രീതിക്ക് അവർ മുഖ്യമന്ത്രി നോക്കുക. എങ്കിലും ഏറ്റവും കൂടുതൽ എൻ്റെ പ്രവചനം അനുസരിച്ച്, എല്ലാം ഞാൻ എൻ്റെ എന്ന് പറയും, മറ്റുള്ളവരുടെ അല്ലേ, എൻ്റെ പ്രവചനങ്ങളും എൻ്റെ ഇത് അനുസരിച്ചുള്ള റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി ആവാനുള്ള ചാൻസ് ഉണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രിയോ എന്തെങ്കിലും കൊടുത്ത് സെറ്റിൽ ചെയ്യും. പിന്നെ വന്നിട്ട് ഇവർ മൂർത്തിച്ച് പോവുകയാണെങ്കിൽ ഹൈക്കമാൻഡ് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാകും. മനസ്സിലായില്ലേ? ഇങ്ങനെ വലിയൊരു പ്രോബ്ലമൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ വരും. അദ്ദേഹത്തിനെ അവിടെ നിന്ന് വിടില്ല ഹൈക്കമാൻഡ്, എങ്കിൽ പോലും അദ്ദേഹത്തിനെ വെച്ചിട്ട് കോംപ്രമൈസ്. ഇത് ഞാൻ കണ്ട ഒരു രീതിയിലനുസരിച്ചാണ്. മനസ്സിലായി. അല്ല, ഒരു ജസ്റ്റ് ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനേക്കാൾ ഒരു കൂടുതൽ സ്ഥാനം ചിലപ്പോൾ ACC ജനറൽ സെക്രട്ടറി കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെ, അതായത് ഇപ്പം KC വേണുഗോപാലിന് കിട്ടുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ മാറ്റിയില്ല. ഒരു പാർട്ടിക്കകത്ത് ഇപ്പം നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ അവിടെ നമ്മുടെ അച്ഛനാണ് ഹൈക്കമാൻഡെങ്കിൽ അച്ഛൻ ഒരു തീരുമാനം എടുക്കും. അമ്മ പറഞ്ഞു നോക്കും, മക്കളെ അടികളൊന്നും കൂടരുത്, നീയൊക്കെ എൻ്റെ മക്കളാണ്, 2 കണ്ണാണെന്നൊക്കെ പറഞ്ഞു നോക്കും. അല്ലെങ്കിൽ പിന്നെ അച്ഛൻ വരും. അച്ഛൻ വന്നിട്ട് പറയും, എനിക്ക് ഒരു കാര്യം ചെയ്തിട്ട് വെളിയിൽ നിന്ന് ഒരുത്താവട്ടെ എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പം പ്രോബ്ലം വരും. ആവണമെങ്കിൽ ആരെങ്കിലും ഒരാൾ കോംപ്രമൈസ് ചെയ്ത് കൊടുത്താൽ ആവും. അല്ലെങ്കിൽ വേണുഗോപാൽ മുഖ്യമന്ത്രിയാവും. സതീശൻ്റെ കാര്യം തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അദ്ദേഹത്തിനാണ് ചാൻസ് കൂടുതൽ. ബൈ ചാൻസ് ഇങ്ങനെ ഒരു ഇഷ്യൂസ് വന്നാൽ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ആംഗിളും നോക്കും. ജ്യോതിഷത്തിൽ നോക്കുമ്പോഴും 18 ആംഗിൾ നോക്കിയിട്ടാണ് പറയുന്നത്, ഒരു ആംഗിൾ നോക്കിയിട്ടല്ല പറയുന്നത്. ഇതിനെല്ലാം ആംഗിളുണ്ട്. ഇപ്പോൾ നമ്മളൊരു മൊബൈൽ എടുത്താൽ എല്ലാവർക്കും ഈ ആംഗിൾ അറിയാം, മുകളിലൊരു ആംഗിളുണ്ട്, ഇവിടെ ഒരു ആംഗിളുണ്ട്. അപ്പോൾ അത് വേറെ ആൾക്കാർ ശ്രദ്ധിക്കുക. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതാണ് ഈ രാഷ്ട്രീയക്കാരും മറ്റുള്ളവരും ആ പോയിൻ്റ് അങ്ങ് പറയും. അപ്പോൾ അത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ജ്യോതിഷത്തിനെ കുറിച്ച് പറയുമ്പോൾ ചൊവ്വാദോഷം, പെണ്ണിൻ്റെ കല്യാണം മുടക്കി, ഇത് കോമൺ ആയിട്ട് പറയും. അപ്പോൾ എല്ലാവർക്കും നോക്കുമ്പോൾ ചൊവ്വാദോഷം പറയുന്നുണ്ട് ജ്യോതിഷന്മാർ. പക്ഷെ അതിൻ്റെ ബാക്കി ആംഗിളുകൾ ആരും നോക്കുന്നില്ല.
ഇതിന് വേറെ ആംഗിളുകളുണ്ട്, ഇത്രയേ ഉള്ളൂ അതിനകത്ത്. ഇപ്പൊ 2026 126 പ്രവചനങ്ങളുണ്ടോ? അതിലൊരു പ്രധാന 10 പ്രവചനം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതിനകത്തുള്ള പ്രവചനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂകമ്പങ്ങളാണ്. ലോകത്ത് പല രാജ്യങ്ങളിലും ഭൂകമ്പം സംഭവിക്കുക എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് അരിങ്കൊലകൾ സംഭവിക്കുമെന്നുള്ള ഒരു പ്രവചനമുണ്ട്. യുവാക്കൾ ഒരുപാട് കൊല ചെയ്യപ്പെടും എന്നുള്ള ഒരു പ്രവചനമുണ്ട്. ഇതൊക്കെ ഞാൻ എഴുതുമ്പം എനിക്ക് വളരെ ഇതായിട്ട് കണ്ടതാണ്. ഞാൻ ഈ പ്രവചനം എഴുതിയിട്ട് നടക്കരുതേ എന്ന് പറയും. എന്നുവെച്ചാൽ ഇത് നടക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുറേ ജവാന്മാരുടെ മരണം സംഭവിക്കും. പോരാത്തണ്ട് 7 വിമാനാപകടത്തോളം നടക്കും. അതിലിപ്പോൾ നടന്നു, അമേരിക്കയിൽ ഒരു 5 പേര് മരിച്ചു. അതിൻ്റെ അതിൽ 7 വിമാനാപകടങ്ങൾ നടക്കും, 3 കപ്പൽ ദുരന്തങ്ങൾ നടക്കും. ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നതാണ്. ട്രെയിൻ അപകടങ്ങളും അതിനകത്ത് സംഭവിക്കും, ഇന്ത്യക്കകത്ത് തന്നെ സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ പോകണം നിരവധി. പിന്നെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മരണങ്ങളും കാര്യങ്ങളും. അതിപ്പോൾ ശ്രീനിവാസൻ്റെ അത് ഞാൻ എന്തോ കണ്ടു, അത് തന്നെയാണ് നടന്നത്. പിന്നെ ബംഗ്ലാദേശിലെ കലാപം ഞാൻ 1-ാം തീയതി എഴുതി വെച്ചതാണ്. അപ്പോൾ അതാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്, കലാപം. അപ്പം തന്നെ ഒരു 2-3 പ്രവചനങ്ങൾ നടന്നു കഴിഞ്ഞു, മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന കാര്യം. ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഷാർപ്പായിട്ട് പറയാൻ പറ്റും. അല്ലാത്തിടത്തോളം ഒരു മനുഷ്യനും ഷാർപ്പായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുക, ഈ വിമാനാപകടം എവിടെ നടക്കുമെന്ന് സാറിന് പറഞ്ഞുകൂടെ എന്ന് വെച്ചാൽ ഞാൻ പറയും, ഈ ലോകത്ത് ഒരു വർഷത്തിനകത്ത് ഓടുന്ന എല്ലാ ഫ്ലൈറ്റിൻ്റെയും ചാർട്ട് എനിക്ക് താ. ഏത് ഫ്ലൈറ്റ്, അമേരിക്കയിൽ എത്ര ഫ്ലൈറ്റ് ഓടും, ഇവിടെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ റോഡ് അപകടം നടക്കണം, ആ ദിവസം റോഡിൽ ഇറങ്ങണ എല്ലാ വണ്ടിയുടെയും ഡീറ്റെയിൽ തന്നാൽ കറക്റ്റായിട്ട് പറയാം, ഷാർപ്പായിട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്കൊരു രീതിക്കേ പറയാൻ പറ്റുള്ളൂ. അതാണ് ഈ പ്രവചനത്തിൻ്റെ ഒരു പോരായ്മ. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ പ്രകൃതി ഇതിൻ്റെത് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാം. പിന്നെ പ്രകൃതിയുടെ തന്നെ ഒരു കാറ്റടിച്ചാൽ ചിലപ്പോൾ മാറിപ്പോകുന്ന സംഭവമുണ്ട്. നമ്മൾ കാണുന്നത് എന്താണ് അതാണ് പറയണത്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇൻ്റർവ്യൂവിൽ തന്നതെല്ലാം കാണുന്നതാണ് പറഞ്ഞത്, മനസ്സിലായ? ചിലപ്പോൾ അത് ചേഞ്ച് ആവും. ദ മാൻ പ്രപ്പോസ് ദ ഗോഡ് ഡിസ്പോസ്. അതാണ് പ്രകൃതി നിയമം. മനുഷ്യന് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റില്ല, മനസ്സിലായ? മനുഷ്യന് ഒരു 90% ചെയ്യാൻ പറ്റും, 100% ചെയ്യാൻ പറ്റുന്നവൻ ദൈവം തന്നെയാണ്. ആ ഒരു 10%-ൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, കാണുന്നുമുണ്ട്. മെഡിക്കൽ സയൻസ് കൈവിട്ട പല കേസുകളും നമ്മളത് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ സയൻസ് ഭഗവാൻ്റേതുകൊണ്ട്. അപ്പം അത് ഡോക്ടർമാരും അങ്ങനെയാണ് പറയുന്നത്. സർജറി ചെയ്യുന്ന എല്ലാ ഡോക്ടർമാരും പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യണത്. അവർ സയൻസിൻ്റെ കൊടുമുടിയിൽ കയറി പഠിക്കണവരാണ്, അവർ പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യണത്. നിങ്ങൾ ഏത് സർജൻ്റെ അടുത്ത് വേണമെങ്കിലും ചോദിച്ചു നോക്കൂ. അപ്പം അതാണ് പറയുന്നത്. അപ്പോൾ സയൻസും വേണം, ജ്യോതിഷവും വേണം, എല്ലാം വേണം. ഒന്നിനെയും ചെറുതായിട്ട് കാണാൻ പറ്റില്ല, മനസ്സിലായ? ഒരു ടയർ പഞ്ചറായാലും ബെൻസ് കാർ ഓടില്ല, ഇത്രയും വലിയ ടെക്നോളജി ആയാലും. അത്രയേ ഉള്ളൂ. എന്തായാലും 2025 111 പ്രവചനങ്ങൾ 98%. 2026 വരുമ്പോൾ ആ 26 വെച്ചുകൊണ്ടാണ് 126 ആക്കി. ആ 126 ശരിയാവട്ടെ. 126 ശരിയാവില്ല, ഞാൻ ഭഗവാന്റെ അത്ര ആവില്ല, എനിക്ക് താഴെ മതി. ഒരു 90% ഞാൻ പ്രതീക്ഷിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഭഗവാനായിപ്പോവും. ഭഗവാനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, മനസ്സിലായില്ലേ? പക്ഷെ 98 കിട്ടിയില്ല. 98 അത് ഞാൻ 90 നടക്കുള്ളൂ എന്ന് എല്ലാ പ്രവചനത്തിലും പറയാറുണ്ട്, ആമുഖമായിട്ട്. അത് ഭഗവാന്റെ നമ്മുടെ ക്ലാരിറ്റി കൊണ്ടാണ്, നമ്മുടെ മനഃശുദ്ധി, അല്ലെങ്കിൽ നമ്മുടെ ദാനധർമ്മ കർമ്മങ്ങളുടെ ഭാഗമായിട്ട് ഭഗവാൻ അത് ചെയ്യുന്നു, മനസ്സിലായി? നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദൈവം കാണും, അത് ഏത് മതത്തിൽ വിശ്വസിച്ചാലും, മനസ്സിലായില്ല? അത് പടച്ചവനായാലും ഈശോ ആയാലും പരമശിവനായാലും എല്ലാം നമ്മൾ ചെയ്യുന്ന ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ ഞാൻ എപ്പോഴും ഭഗവാന്റെ താഴെ നിൽക്കാനേ ശ്രമിക്കുള്ളൂ. സാറ് പ്രതീക്ഷിക്കുന്ന അളവിൽ അത് ശരിയാവട്ടെ. അല്ല, ഞാൻ തന്നെ ഈ പ്രവചനം നടത്തിയിട്ട് ചിലത് ക്രൂവലായിട്ട് കാണുന്ന പ്രവചനങ്ങളൊന്നും നടക്കരുതേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവരുടെ പറയും ഇതൊന്നും നടക്കരുതേ എന്ന്. കഴിഞ്ഞ വയനാട്ടിൽ ഉരുൾ പൊട്ടി ചാൻസ് ഉണ്ടായിരുന്നപ്പോഴും ഞാൻ എല്ലാവരുടെ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ വർഷം അവസാനം മറ്റേ മലയെ കഴിഞ്ഞ് വീഴുന്നു, എന്നിട്ടൊന്നും സംഭവിച്ചില്ല. എല്ലാം അങ്ങനെ പ്രാർത്ഥിച്ച കുറേ കേസുകൾ നല്ലൊരു പവർ വന്നിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരുന്നിട്ട്, പക്ഷെ അത് സിംറ്റംസ് കാണിച്ചു, അപകടം മനുഷ്യർക്കൊന്നും പറ്റിയില്ല. ആ സിംറ്റംസ് കണ്ടു, പക്ഷെ മനുഷ്യർക്കൊന്നും പറ്റിയില്ല. അവിടെയാണ് നമ്മുടെ വിജയം. കുറേ ആൾക്കാർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട്. ഇപ്പോൾ ശബരിമലയ്ക്ക് വലിയൊരു ശക്തിയുണ്ട്, അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ. ആറ്റുവാൽ ദേവിക്ക് വലിയൊരു ശക്തിയുണ്ട്, ഗുരുവായൂർ വലിയൊരു ശക്തിയുണ്ട്. ഈ ശക്തി ഉണ്ടാകൊണ്ടാണ് ഇത്രയും ആൾക്കാർ അവിടെ കൂടണത്. മറ്റുള്ള അമ്പലങ്ങൾ പോലെ അല്ല, ആ പ്രതിഷ്ഠയ്ക്ക് ഒരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് അവിടെ വരുന്നത്. അവിടെ പോണവർ അതുകൊണ്ടാണ്, അവർ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ അവിടെ കൂടുന്നത്. അതാണ് അതിൻ്റെ ശക്തി, അത്രേ ഉള്ളൂ. 2026 സംഭവിക്കട്ടെ. 2026 മോശങ്ങളൊന്നും സംഭവിക്കേണ്ടതെന്ന് പറയുന്നത് ഞാനൊരു നല്ല മനസ്സിൻ്റെ ഉടമയാണ്, മനസ്സിലായില്ലേ? എൻ്റെ സഹോദരങ്ങളാണ്, ആരായാലും, ക്രിസ്ത്യനായാലും, ഹിന്ദു ആയാലും, മുസ്ലിം ആയാലും. പക്ഷേ നമ്മളെ തെറ്റിദ്ധരിക്കും മറ്റുള്ളവർ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. പക്ഷേ നമ്മളടുത്ത് അടുത്ത് വന്നിട്ടുള്ളവർക്ക് അറിയാം സാർ എന്തിനാണെന്ന് അറിയാം. അതാണ് മെയിൻ. നമ്മളെ കാണാത്തവരാണ് നമ്മളെക്കുറിച്ച് മോശം പറയുക, എഴുതുകയൊക്കെ ചെയ്യണം. നമ്മളെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അവർക്കറിയാം. ഇപ്പം നിങ്ങൾ ഈ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ സാറിന് ഇതൊക്കെ അറിയാം എന്നുള്ളൊരു ധാരണയുണ്ട്, മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. നിങ്ങൾ എന്നെ കാണാത്തതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, കാണാത്തവരെ കുറിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അപ്പം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ചില ആൾക്കാർ ഞാൻ പരിചയപ്പെടുമ്പോൾ ഇവർ മോശം ആൾക്കാരാണെന്ന് പറയും, പക്ഷെ അവർ തങ്കമായ മനുഷ്യരാണ്,
ഇപ്പം മമ്മൂട്ടി, സിനിമാ നടൻ മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മുഖത്ത് നോക്കി ഇങ്ങനെ ദേഷ്യമൊക്കെ പെടും, അയാൾ ശുദ്ധനാണ്. ആരെങ്കിലും നമ്മൾ ദേഷ്യപ്പെടുകയോ വഴക്ക് പറയുകയൊക്കെ ചെയ്താൽ അവർ ശുദ്ധനാണ്. ഈ മനസ്സിൽ വയ്ക്കുന്നവരാണ് സൈലൻറ്റ് കില്ലർമാർ. അത്രയേ ഉള്ളൂ. അതാണ് കലിയുഗം. എന്തായാലും വളരെ നന്ദി സർ. താങ്ക് യു. ശരി, വളരെയധികം സന്തോഷം.